ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തണ്ണിമത്തൻ മോഡലുള്ള ഒരു വാട്ടർ മെലൺ മോഡലുള്ള ഒരു ഇൻഡോർ പോട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് പോട്ടായിട്ടൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ സ്പൂൺ ഹോൾഡറായിട്ടൊക്കെ ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു ക്രാഫ്റ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു മോൾഡാണ്. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കാർഡ്ബോർഡിൻ്റെ കുറച്ച് പീസാണ്. അതിനൊരു റൗണ്ട് ഷേപ്പിൽ വെട്ടിയിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഒരു 1/4 ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന് കറക്റ്റ് റൗണ്ട് ഷേപ്പ് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് മാറ്റി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റാതെ ഒന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു കാർഡ്ബോർഡും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പൊക്കത്തിന് അത് കട്ട് ചെയ്തെടുത്ത് അതിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്ത ആ പീസിലോട്ട് ഒട്ടിച്ച് ചേർക്കാം. അപ്പോൾ അതിലോട്ട് ഒട്ടിച്ച് ചേർത്തിട്ട് നമുക്കിനി അതിൻ്റെ ഫ്രണ്ട് സൈഡും കൂടെ അടയ്ക്കാൻ വേണ്ടി മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസും കൂടെ എടുക്കാം. അപ്പോൾ അതിൻ്റെ അളവിന് വെച്ച് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് അതിനൊന്ന് ഒട്ടിച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റും പിന്നെ വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പിന്നെ പഴയ കോട്ടൺ തുണിയും. ഇപ്പോൾ വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ലൂസാവാതെ ഒരു മീഡിയം ഒരു ചെറിയൊരു കട്ടിക്ക്, വലിയ കട്ടിയാവരുത്. നമുക്ക് തുണിയൊന്ന് മുക്കി നമുക്ക് ആ കാർഡ്ബോർഡിൻ്റെ പീസിൽ മൊത്തം ഒന്ന് ഒട്ടിക്കേണ്ടതാണ്. അപ്പം തുണി അതിലോട്ട് മുക്കി അതിൻ്റെ അടിസൈഡും ആ റൗണ്ട് ഷേപ്പും ഫ്രണ്ട് ഭാഗവും കൂടെ നല്ലവണ്ണം കവർ ചെയ്ത് തുണി ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ തുണി ഒട്ടിക്കപ്പോൾ നമുക്ക് എത്ര ലെയർ വേണോ കട്ടിക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വൈറ്റ് സിമെൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് നമ്മൾ കരണ്ടിയോ അല്ലെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ മറ്റേ കുട്ടി ബ്ലേഡോ കൊണ്ട് കോരി ഒട്ടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ലൂസാക്കിയിട്ട് നമുക്ക് ആ മോൾഡിന് ചുറ്റാതെ നമുക്ക് വേണ്ടൊരു കനത്തിന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 4 ഇഞ്ച് കനം മതിയാവും. വൈറ്റ് സിമെൻ്റ് ആയതുകൊണ്ട് നല്ല ബലമായിരിക്കും ഉണങ്ങുമ്പം. അപ്പോൾ എന്തായാലും പൊട്ടിപ്പോകത്തില്ല. ഒരു 4 ഇഞ്ച് കനത്തിൽ കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ തണ്ണിമത്തൻ്റെ പിന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ഒരു പോട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ്. അപ്പം കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ദയവായി നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ റൗണ്ട് ഷേപ്പിലും അതിൻ്റെ ഫ്രണ്ട് സൈഡിലും നല്ലോണം ഒട്ടിച്ചൊടുത്തിട്ട് അതിനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ അടിഭാഗമാണ് ഇപ്പോൾ മുകൾ സൈഡിലിരിക്കുന്നത്. ആ ഭാഗത്തും കൂടെ നല്ലോണം വൈറ്റ് സിമെൻറ്റ് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും അടി സൈഡിൽ വേണമെങ്കിൽ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു ഹോൾ ഇട്ടയ്ക്കുക. നമുക്ക് പോട്ടായിട്ട് ഇൻഡോർ പോട്ടായിട്ട് ഉപയോഗിക്കാൻ നേരത്ത് ചെടിച്ചട്ടിയുടെ അകത്തുള്ള വെള്ളമൊക്കെ വെളിയിൽ കളയാൻ വേണ്ടി കറക്റ്റ് സെൻറ്റർ ഭാഗത്തൊരു കുഴി കത്തി കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക. അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പം ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചിലപ്പോൾ ഒട്ടിച്ച് കൊടുത്താൽ ചിലപ്പം നല്ല ഉണങ്ങി കിട്ടത്തില്ല. അതുകൊണ്ട് റെസ്റ്റ് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കുറേശ്ശെ ഒട്ടിച്ചെടുക്കുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കനം കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 4 ഇഞ്ച് കനം മതിയാകും. അപ്പോൾ അതൊരു 2 സ്റ്റെപ്പോ അല്ലെങ്കിൽ ഒരു 3 സ്റ്റെപ്പോ ഉണങ്ങുന്നതിനനുസരിച്ച് കുറേശ്ശെ വൈറ്റ് സിമെൻ്റ് ഒന്ന് ലൂസാക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പം പ്രത്യേകിച്ച് ഇതിൽ വൈറ്റ് സിമെൻറ്റിൽ വെള്ളം ചേർക്കുന്നതിന് ഒരു അളവൊന്നുമില്ല. നമ്മൾ കരണ്ടി കൊണ്ട് കോരി എടുക്കപ്പം ഒരുപാട് ലൂസാവല്, നല്ല കട്ടിയാവല്ല, ആ ഒരു രീതിക്ക്. അത് കഴിഞ്ഞ് എല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 2 ദിവസം നല്ലോണം ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഉണങ്ങാൻ വെച്ചിട്ട് അതിനകത്തുള്ള ആ മോൾഡെല്ലാം എടുത്ത് മാറ്റാം. കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ എടുത്ത് മാറ്റിയിട്ട് അടുത്ത് 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ വലിയ തടുപ്പൊക്കെ ഒന്ന് എല്ലാ സൈഡിലും തടുപ്പായിട്ട് കാണുന്ന എല്ലാ സൈഡിലും നല്ലോണം പേപ്പർ ഇട്ടെടുക്കാം. അപ്പോൾ 80-ൻ്റെ പേപ്പറാണ്, റോൾ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 80-ൻ്റെ പേപ്പർ ഇട്ട് നല്ലോണം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പേപ്പർ പിടിച്ച് നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് തണ്ണിമത്തൻ്റെ ചെറിയ കുരുക്കളാണ്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ നല്ലവണ്ണം ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് സിമൻറ്റ് ഒരു നല്ലൊരു കട്ടിക്ക് ചെറിയ പീസുകളായിട്ട് നമുക്കവിടെ ഒട്ടിച്ചു വയ്ക്കാം.
അപ്പോൾ എല്ലാ സൈഡിലും ഒട്ടിച്ചിട്ട് നമുക്കതിനെ തണ്ണിമത്തൻ്റെ ഒരു കുരുവിൻ്റെ ആ ഒരു ഷേപ്പിൽ അതിനെ ചെറുതായിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തിടുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിന് വിരൽ വെച്ച് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് നല്ലവണ്ണം വലിയ തടുപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഉണങ്ങാൻ വെച്ചേക്കണം. അപ്പോൾ ഉണങ്ങിയിട്ട് മാത്രമേ അടുത്ത പിറ്റേ ദിവസം നമുക്ക് അതിനൊന്ന് പേപ്പർ പിടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പേപ്പർ ഉണങ്ങാൻ വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ആ കുരുക്കളൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് വൈറ്റ് സിമൻറ്റ് നല്ലവണ്ണം കലക്കി ആ അകത്തുള്ള തുണിയുടെ പാടെല്ലാം മാറുന്ന അതെല്ലാം ഒന്ന് മൂടി കിട്ടത്തക്ക രീതിയിൽ വൈറ്റ് സിമൻറ്റ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം റൗണ്ട് ഷേപ്പിൽ ഒന്ന് കറക്കിയെടുക്കുക. എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ നല്ലവണ്ണം കറക്കി ഒഴിച്ചു കൊടുക്കുമ്പം എല്ലാ സൈഡിലും തുണിയുടെ പാടൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഏകദേശം ഒരു 1, 2, 3 ലെയർ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഉണങ്ങിയിട്ട് നമുക്കതിനൊന്ന് ആ വലിയ തടുപ്പും കൂടെ ഒന്ന് എംബോയിൻ്റെ പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. എംബോയിൻ്റെ പേപ്പർ നല്ലവണ്ണം പിടിച്ച വലിയ തടുപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി അടുത്ത് 220 പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 220 പേപ്പർ ഉപയോഗിച്ച് ആ കുരുക്കളും ബാക്കിയുള്ള വലിയ പാടൊക്കെ കാണുന്ന സൈഡും മൊത്തത്തിൽ വേണമെങ്കിൽ അകവും പുറവും എല്ലാ സൈഡിലും പേപ്പർ ഇട്ട് നല്ല ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പറെല്ലാം പിടിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ കളറാണ്. എല്ലാ കളറും ആക്രിലിക്കിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഫ്രണ്ട് സൈഡും ആ ഫ്രണ്ട് സൈഡിൻ്റെ അക സൈഡും കൂടെ ആക്രിലിക്കിൻ്റെ റെഡ് ഒന്ന് അടിച്ചു കൊടുക്കാം. അടുത്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രിലിക്കിൻ്റെ ലൈറ്റ് ഗ്രീനാണ്. അപ്പോൾ ലൈറ്റ് ഗ്രീന് ഓട്ടിച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ചുറ്റ് റൗണ്ട് ഷേപ്പിൽ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ആ ലൈറ്റ് ഗ്രീനും കൂടെ ഒന്ന് ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈറ്റ് ഗ്രീന് മൊത്തവും വെള്ളി സൈഡ് മൊത്തം ഒന്ന് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആക്രിലിക്കിൻ്റെ യെല്ലോയും പിന്നെ വൈറ്റും ലൈറ്റ് ഗ്രീനും കൂടെ തുല്യ അളവിൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തണ്ണിമത്തൻ്റെ അക സൈഡ് വരുന്ന ഭാഗങ്ങളിൽ ലൈറ്റായിട്ട് നല്ല ഗ്രീൻ കളർ വരാത്ത രീതിയിലുള്ള കളർ ആ 3 കളറും കൂടെ മിക്സ് ചെയ്യുമ്പം കിട്ടും. അപ്പോൾ അത് അക സൈഡിലും ആ മുകളിലത്തെ ബോർഡർ കണക്കാക്കി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ ലൈറ്റ് ഗ്രീനും ബ്ലാക്കും കൂടെ ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്രീന് കൂടുതലും ബ്ലാക്ക് കുറവും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ തണ്ണിമത്തൻ്റെ പുറത്ത് സൈഡിൽ ആ തോട് ഭാഗത്തൊക്കെ വരുന്ന ആ വരകളൊക്കെ അതേ കളർ ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കളറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് കുരുക്കള ഭാഗത്താണ്. അതിനു വേണ്ടി ബ്ലാക്കാണ്, ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളറാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കളറെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് അവസാനം വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലിയർ വാർണിഷാണ്. അപ്പോൾ ക്ലിയർ വാർണിഷും കൂടെ അകവും പുറവും എല്ലാ സൈഡിലും ഒരു 1-2 കോട്ട് നല്ലവണ്ണം അടിച്ചു കൊടുക്കും. കാരണം നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും, നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സ്പോട്ടും അല്ലെങ്കിൽ പോട്ടാറ്റൊക്കെ ഉപയോഗിക്കാൻ കാണാൻ നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.